പുഷ്പ എന്നത് ഒരു പേരല്ല, പുഷ്പ ഒരു ബ്രാൻഡാ. നമുക്ക് പ്രേക്ഷകരുടെ സത്യസന്ധമായ അഭിപ്രായത്തിലേക്ക് പോവാം. സിനിമ എങ്ങനെയുണ്ട്? ഏഷ്യാനെറ്റിലോടുന്ന സീരിയലുകളിൽ ഇട്ടുകൊണ്ട് വന്നിരുന്ന ഇതിനെക്കാളും വൃത്തിയായിട്ടിരുന്ന് കാണാൻ പറ്റിയാണ്. അടിപൊളി. എന്റെ പൊന്നെ, നാടകം തോറ്റു. നാടകം അല്ല, ഒരു മാസ ആക്ഷൻ പടം കാണാൻ വന്നവർക്ക് മാസ ആക്ഷൻ പടം കാണാനാണ് ഞാൻ വന്നത്. അടിപൊളി മാസമായിട്ടുണ്ട്. ഇത് മാസല്ല, ഇത് വേറെ എന്താണ് പറയണത്. മാസ ആക്ഷൻ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ? ഒരു മിനിറ്റ്. പുഷ്പ താഴത്തില്ല, വേൾഡ് ഫയർ സൂപ്പറായിരുന്നു. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടം? എന്റെ ചേട്ടാ, ഇവിടെ ഉള്ളവർക്ക് തന്നെ ഒരു പണിയില്ല. എന്തിനാണ് ഈ സിനിമ എടുത്തത്? എനിക്ക് കാര്യമായിട്ടും ചോദിക്കണേന്ന്. ഒരു വാദം പടോടെ എന്തിനാ കത്തിയെടുക്കുന്നേ? ഇങ്ങനെ അറുത്ത് കൊല്ലുന്നതിന് പകരം ഒറ്റ കുത്തിന് ചാവാൻ. നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഈ പടം സജസ്റ്റ് ചെയ്യുക. വേറെ ഒന്നും പറയില്ല. വെറും കാട്ടവരോധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 3.5 മണിക്കൂർ നമ്മളെ ലിറ്ററലി തകർത്തു. എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. എങ്ങനെ നമ്മളെ പടം ഇങ്ങനെ പൊട്ടിപ്പോയത്? സാറേ, ഞാൻ എന്റെ ബ്രില്യൻസ് മുഴുവൻ ആ പടത്തിലേക്ക് കൊണ്ടുവന്നുണ്ട്. കോസ്റ്റ്യൂമിന്റെ പൈസ എന്നാൾ ഇതായിരിക്കുന്നത്. കുഴപ്പമില്ല. നമസ്കാരം. സത്യം പറ, നീ ആരാ? ഞാൻ ആരുമല്ല. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. തെലുങ്ക് പടം കാണാന്ന് പറഞ്ഞവർക്ക് ഒരു ആവറേജ് മൂവി ആയിട്ട് മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. അത്രേ ഉള്ളൂ. മറ്റേ പുഷ്പ ഫസ്റ്റ് പോലെയുള്ള ഒരു ഇതില്ല. കാര്യങ്ങളൊക്കെ എന്റെ കൈവിട്ടു പോവുകയാണോ എന്ന് എനിക്കൊരു സംശയം. ഞാനേ നാട് വിട്ടാലോ എന്നാലോചിക്കാം. പിന്നെ മന്ദാനേനെ ഒരു കിണർ വെട്ടി കുടിച്ചു മൂടണം. അത്രയ്ക്ക് ക്രിഞ്ച് ഫെസ്റ്റിവല്. പിന്നെ നിന്റെ കൊഞ്ചൽ എനിക്ക് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. എത്ര നാൾ ഈ ഫീൽഡിൽ പിടിച്ചിരിക്കുന്നു കാണണം കേട്ടാ. ഇതെങ്ങനാണ്? ഇതിപ്പം ഫയറാണോ? ഇടയ്ക്ക് ഫയറായി, ഇടയ്ക്ക് ഫയറായി, ഇടയ്ക്ക് ചവറുമായി. അങ്ങനെ ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളിയും പോയി. സൂപ്പർ ഹിറ്റ് ആകുമെന്ന് കരുതിയിരുന്ന ബോട്ട് ചെട്ടിയും 8 നില പൊട്ടി. തിയേറ്റർ കത്തിക്കും അല്ലെങ്കിൽ ആൾക്കാർ. ഞാൻ കാണുമ്പോ പടം ഹിറ്റായിരുന്നല്ലോ. ഹിറ്റ് തന്നെ തലക്കാ കിട്ടേണ്ടത്. ഇവനെ കൊല്ലണ്ട പന്നി. എന്തൊക്കെയായിരുന്നു തള്ളു? വില്ലാളി വീരനാണ്, വിക്രമാദിത്യ വരഗുണനാണ്, എന്റെ ഉമ്മമാടെ 16ആണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.